हर महादेव आदाब നമസ്കാർ പ്രണാം സത് ശ്രീ അകാൽ. നിങ്ങളെല്ലാവരും എങ്ങനെയുണ്ട്? സുഖമാണോ എന്ന് വിചാരിക്കുന്നു. സുഖമാണ്, എനിക്കും സുഖമാണ്, കുഴപ്പമില്ല. നിങ്ങളെല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സുഖം തന്നെ ആയിരിക്കണം എന്നെൻ്റെ പ്രാർത്ഥന ഭഗവാൻ से. और ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നവരുടെ ഫുഡ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഉണ്ടാക്കണില്ല, എൻ്റെ ഭാവി ഒന്നും ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കണില്ല. सुनो बेटा, इसे थोड़ी गैस नीचे कर दो. ഞാൻ ഉണ്ടാക്കുന്ന അവൾ വന്നിട്ട് അവൾ വന്നിട്ട് ഉണ്ടാക്കും. സൂപ്പർ ടേസ്റ്റ് ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. പക്ഷേ അവൾ പറയാൻ ടേസ്റ്റ് ഇല്ല, പക്ഷെ അങ്ങനെയല്ല, നല്ല സ്പൈസി നല്ല സംഭവമാണ് ചെയ്യുന്നത്. നല്ല വർക്കാണ്. ആദ്യം ഒന്നും അറിയില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം എല്ലാം അറിയാം, നല്ല ടേസ്റ്റിൽ എല്ലാം ഉണ്ടാക്കും. പിന്നെ എനിക്ക് പണി ചെയ്യാനൊക്കെ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൾ വരുമ്പോൾ ഒരു എന്താ പറയുക അവർ വരും. ഇതൊക്കെ വരക്കുന്നത് ഇത് അസുഖം കൊണ്ടാണ് കേട്ടോ. അപ്പം അവൾ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കണം. കാരണം അവളുടെ ജോബിന് പോയതാണ്. അവൾ ഇവിടുന്ന് വരുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാം. വരുമ്പോൾ തരത്തിൽ വർക്ക് ഉണ്ടാവരുത്, അവർക്ക് അത് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ കിടക്കുന്ന ഇതൊക്കെ ഒന്ന് ആക്കി വെക്കാം. എനിക്ക് ഇത്ര ചെയ്യുമ്പോൾ തന്നെ ക്ഷീണമായി പോവാണ്, ടയർഡായി പോവാണ്. കാരണം ഇതിൻ്റെ ഒരു ഭാഗമാണ്, അസുഖത്തിൻ്റെ ഭാഗമാണ്. ഇതൊന്നും വലിയ വർക്കല്ല, മീൻസ് നമ്മൾ എടുത്തിട്ട് ചെയ്യാനുള്ളതല്ല ആണ്. പക്ഷേ സംസാരിക്കാൻ വയ്യ. അതാണ് ആദ്യം ദിവസം വീഡിയോ അയക്കുമായിരുന്നു കുറച്ച് ദിവസം മുന്നിൽ. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ക്ഷീണിച്ച് പോകും. അധികം സംസാരം, അധികം വർക്ക്, അതൊക്കെ ഇതിൻ്റെ നമ്മൾ വിചാരിക്കും റെസ്റ്റ് എടുക്കാം, അപ്പോഴും ഞാൻ ടയർഡായി പോവുക, കിടന്നാലും ടയർഡായി പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വരുമ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കാം. അത് വരുമ്പോൾ കട്ട് ചെയ്ത് ഇപ്പം തന്നെ ഉണ്ടാക്കും. ആളുണ്ടാക്കുമ്പോൾ എന്നെ ഒന്നും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. എന്താ അറിയില്ല അതെന്താ സംഭവം. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുക, അമ്മ ഉണ്ടാക്കുക. ഇങ്ങനെ എന്തും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യും. പിന്നെ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യട്ടോ. നമ്മൾ വേണ്ട, ഞാൻ അവിടെ പോകുമ്പോൾ എല്ലായിടത്ത് പോകുമ്പോൾ ശരിക്കും റെസ്റ്റ് എടുക്കുന്നത്, വർക്ക് ചെയ്യാനൊരു മടിയില്ല സത്യം പറയാം. പക്ഷെ ആദ്യമൊക്കെ ഇതൊന്നും അറിയൂലായിരുന്നു, ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ എല്ലാം അറിയാം, എല്ലാ ടേസ്റ്റിയുടെ സാധനം ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കട്ടെ. വർത്താനം പറഞ്ഞാൽ ഭയങ്കര വർത്താനമായി, ശരിയല്ല അല്ലേ? അല്ലാത്ത സ്വഭാവമായി മോശമായിരിക്കുന്നു അല്ലേ? പിന്നെ എന്താ പറയുക, എന്താ പറയാൻ, ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ ഈ മാസം ഒരു 20th നമ്മുടെ റഫി സിംഗർ അറിയാമല്ലോ, ഹിന്ദി റഫി സാബ്, അവരുടെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ വെഡ്ഡത്ത് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൽ ഞങ്ങളെ പാട്ട് പാടുന്നുണ്ട്. എനിക്കിങ്ങനെ പാടാനൊന്നും പറ്റുന്നില്ല, എന്നാൽ പാടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആവറേജ് പാടുന്നുണ്ട്. ആദ്യത്തെ പോലെയൊന്നും പാടാൻ തീരെ പറ്റുന്നില്ല. ഇവിടുത്തെ മസിൽസൊക്കെ ശരിയായിട്ടില്ല.
പെട്ടെന്ന് ഇതായി പോകും, വയറിനകത്ത് എന്തോ സംഭവമായിപ്പോയി. സ്ട്രോക്ക് വന്നാക്കേ അറിയുള്ളൂ, നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ ഞാൻ ദിവസം ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. വീട്ടിൽ 3-4 പാട്ട് ഒരുമിച്ച് പാടി വിചാരിച്ചോ, അപ്പോൾ ഞാൻ എന്താവുമെന്നറിയോ, അങ്ങനെ പിന്നെ എന്തോ മരിക്കുക, ഞാൻ എന്താ പറയുക, എന്തോ സംഭവമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ആയിപ്പോയി. പിന്നെ 1 മണിക്കൂർ ഹാഫ് സമയം വരെ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കണം, ഇത് വരണം. അപ്പോൾ ഓക്കെ, പിന്നെ തുടങ്ങി പിന്നെ അങ്ങനെ തന്നെയാവും. അപ്പോൾ പാട്ട് ഏതാണെന്നറിയാം, 2 സോങ്ങാണ് പാടുന്നത്. പാടിക്കപ്പെട്ടെ കേൾപ്പിക്കട്ടെ, ചിരിക്കരുത് കേട്ടോ പാടിയാൽ, കാരണം പാടാൻ പറ്റാത്തത് കൊണ്ടാണ്, ശ്രമിക്കണം. ഫസ്റ്റ് സോങ് ഏതാണെന്നറിയാമോ? ക്യാ ഹുവാ തേരാ വാദാ वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा. ഒന്നേ പാട്ടാണ്, കുറച്ചുകൂടി സ്പീഡിലാണ് പാടുന്നത്. പിന്നെ രണ്ടാമത്തെ പാട്ട് ഒരു